ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ സ്റ്റൈലിലുള്ള വറുത്തരച്ച കോഴിക്കറിയാണ്. നല്ല ചപ്പാത്തി, പൊറോട്ട, അതോ വിറുംചോറോ, അതോ പുട്ടോ, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല നാടൻ സ്റ്റൈലിലുള്ള വറുത്തരച്ച കോഴിക്കറിയാണ്. നിങ്ങളുടെ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടോ? എങ്കിൽ നമുക്ക് തയ്യാറാക്കിയാലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2.5 സവാള മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് കുറച്ച് ചുവന്നുള്ളിയാണ്, അതും ഞാൻ ക്രഷ് ചെയ്ത് വെച്ചതാണ്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളകും കൂട്ടി ക്രഷ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പെട്ടെന്ന് നമ്മുടെ തേങ്ങ വറുത്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇത് പെരിഞ്ചീരകം, തക്കോലം, 2 കറയാമ്പൂ, 2 ഏലക്ക, 2 കുരുമുളക് നമ്മുടെ തേങ്ങയിലിട്ട് വറുക്കാനായിട്ട് എടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, തക്കാളി, 1.5 തക്കാളി എടുത്തിട്ടുണ്ട്, അത് പേസ്റ്റ് പോലെ അരച്ചതാണ്. പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഇത് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വെച്ചതാണ്. നമുക്കപ്പോൾ ചെയ്തു തുടങ്ങിയാലോ. തേങ്ങ നല്ല ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഒരു കാരണവശാലും തീ കൂട്ടി വെക്കരുത് കേട്ടോ. ഞാനിതിപ്പോൾ ചീനച്ചട്ടി നന്നാക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച പെരുംജീരകം, കുരുമുളക്, തക്കോലം ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം. തീ കൂട്ടി വെക്കുമ്പോൾ നമ്മുടെ തേങ്ങക്ക് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ലോ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ നമ്മുടെ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും. എപ്പോഴും അത് ശ്രദ്ധിക്കണം കേട്ടോ. കൈവിടാതെ തേങ്ങ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതേ നോക്കിയേ, നമ്മുടെ തേങ്ങ 10 മിനിറ്റ് ആയിട്ടുണ്ട് വെച്ചിട്ട്. ലോ ഫ്ലെയിമിലായിരുന്നു. ഇപ്പം നന്നായിട്ട് മുരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. തീ കൂട്ടി വെക്കല്ലേ, പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതിയേ. ഇപ്പം ഞാൻ നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുവാണ്. കൈവിടാതെ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പം അതേ ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് നമ്മുടെ തേങ്ങ മുരിഞ്ഞും കിട്ടും. നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഞാൻ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. അങ്ങനെ ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എല്ലാം കൂടി കോട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക മണം വരും കേട്ടോ. നല്ല അടിപൊളിയാണ്. നമുക്കിനി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു കുറച്ച് നേരം കൂടി ഒന്ന് മുപ്പിച്ചെടുക്കാം. അപ്പം തേങ്ങയ്ക്ക് നന്നായിട്ട് മുരിഞ്ഞ പോലെ വരുവേ. അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടിയിലെത്ത തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. മസാലപ്പൊടികളെല്ലാം ഇട്ടത് കൊണ്ടിട്ട്, നമ്മൾ ഇതിൽ ഗരം മസാല ഇട്ടത് കൊണ്ടിട്ട് തന്നെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കയ്പ്പ് ടേസ്റ്റും വരും. നമ്മളിത് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി മുരിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വറുത്ത തേങ്ങ പേസ്റ്റ് പോലെ അരച്ചു എടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം.
മൂത്ത് വരുമ്പോൾ നമ്മുടെ സവാളയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലോട്ട് സവാളയും ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടി കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളിയും തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് വഴന്ന് ഒരു ബ്രൗൺ കളർ ആകണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയിൽ ഈ സവാളയൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കും. നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഇത് നോക്കി, നമ്മുടെ സവാളയ്ക്ക് ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച വറുത്തരച്ച ഗ്രേവി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ കൊട്ടിക്കൊടുക്കുവാണേ. ഇനി നമുക്ക് ആ ജാറ് കഴുകിയ വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ജാറ് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. നമ്മുടെ ചിക്കൻ വേകാത്തത് കൊണ്ടിട്ട് ചിക്കനിൽ നിന്നൊരു വെള്ളം വരും. അപ്പം അതുകൊണ്ട് ഒത്തിരി വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പം ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മുടെ ചിക്കനും അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിങ്ങനെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ഇതിപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ അത് ഇട്ട് കൊടുക്കാൻ പോകുവാണേ. എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതേ മൂടി വെക്കാൻ പോകുവാണേ. അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്ന് വെച്ചത്. അപ്പം നമുക്ക് തുറന്നു നോക്കിയാലോ. അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുവാണ്. അങ്ങനെ നമ്മുടെ വറുത്തരച്ച് കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇടിയപ്പം, വെള്ളയപ്പം, പത്തിരി, പൊറോട്ട, പുട്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോവുമായി വീണ്ടും വരും. ബൈ.